നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആക്ഷണബിൾ ക്ലെയിം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ്സേ ആയിട്ടും പ്രോബ്ലമായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. 130 മുതൽ 137 വരെയുള്ള സെക്ഷൻസാണ് TP ആക്റ്റിൽ എന്താണ് ആക്ഷണബിൾ ക്ലെയിം എന്ന് വിശദീകരിക്കുന്നത്. എന്നിരുന്നാലും സെക്ഷൻ 3 എന്താണ് ആക്ഷണബിൾ ക്ലെയിം എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ 3 വായിച്ചാൽ പെട്ടെന്ന് അതൊരു മനസ്സിലാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഇല്ലസ്ട്രേഷനിലൂടെ എങ്ങനെയാണ് ആക്ഷണബിൾ ക്ലെയിം വരുന്നതെന്ന് പറഞ്ഞു തരാം. ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ബി എന്ന വ്യക്തിക്ക് ഒരു 1000 രൂപ കടം കൊടുക്കുകയാണ്. അപ്പോൾ ബി പറയാണ്, ഈ 1000 രൂപ ഞാൻ 1 വീക്കിനുള്ളിൽ വിത്തിൻ 1 വീക്ക് എന്ത് ചെയ്യാം, ഞാൻ തിരിച്ചു നൽകാം എന്ന് പറഞ്ഞു. ഒരു വീക്ക് കഴിഞ്ഞിട്ടും എക്ക് ബി പൈസ കൊടുത്തില്ല. പക്ഷേ ബി എനോട് പറഞ്ഞു, ഓൾറെഡി സി എനിക്ക് ഒരു 1000 രൂപ തരാനുണ്ട്. 2 ആഴ്ച മുമ്പ് ബിക്ക് സി ഒരു 1000 രൂപ കൊടുക്കാനുണ്ട്. കാരണം ഓൾറെഡി ബി സിക്ക് മുമ്പ് 1000 രൂപ 2 ആഴ്ച മുമ്പ് കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിയിൽ നിന്നും കിട്ടാനുള്ള പൈസ, സിയിൽ നിന്നും ഒരു 1000 രൂപ ബിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ എന്നോട് പറയാണ്, സിയിൽ നിന്നും ആ പൈസ വാങ്ങിക്കോളൂ. സി തന്നില്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ബി ആയ ഞാൻ ഏറ്റെടുത്തോളാം എന്ന്. ഓക്കെ, ഇവിടെ ബി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഡെപ്റ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സിയിൽ നിന്ന് ലഭിക്കാനുള്ള സിയുടെ കടം, സിയിൽ നിന്ന് ലഭിക്കാനുള്ള 1000 രൂപയുടെ ഡെപ്റ്റാണ് ഇവിടെ എക്ക് കൈമാറുന്നത്. അപ്പോൾ ഡെപ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ ബി ട്രാൻസ്ഫറും എ ട്രാൻസ്ഫറിയും ആകുന്നു. ബി ട്രാൻസ്ഫറും എ ട്രാൻസ്ഫറിയും ആകുന്നു. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സിയിൽ നിന്നും ലഭിക്കാനുള്ള ഡെപ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ആക്ഷണബിൾ ക്ലെയിമാണ്. അത് അത് ചെയ്യുമ്പോൾ അത് ആക്ഷണബിൾ ക്ലെയിം ആയിട്ട് മാറുകയാണ്. സിയുടെ കയ്യിൽ നിന്ന് യഥാർത്ഥത്തിൽ എക്ക് ഒന്നും കിട്ടാനില്ല, എങ്കിലും ബിക്ക് ലഭിക്കാനുള്ളത് കൊണ്ട് ബി ആ ഡെപ്റ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ എക്ക് സിയിൽ നിന്ന് അത് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി ആ ക്ലെയിം ചെയ്യുന്നതിന് മുൻപ് ബി എന്ത് ചെയ്തിരിക്കണം, ബൈ നോട്ടീസ് ഇൻ റൈറ്റിംഗ് എന്ത് ചെയ്യണം, സിനോട് ബി പറയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എനിക്കല്ല 1000 രൂപ തരേണ്ടത്, നീ ഓൾറെഡി എനിക്കൊരു 1000 രൂപ തരാണ്ട്, അത് നീ എന്ത് ചെയ്താൽ മതി, എക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ആക്ഷണബിൾ ക്ലെയിം. ഈ